ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ലോകമെമ്പാടും യുദ്ധം നടക്കുകയാണ്. ലോകമെമ്പാടും യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യ, നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഒരു 3 ദിവസത്തെ ഇവിടെ കമ്മിയുള്ള ഭാഷ പറഞ്ഞ് ടൂർ അടിച്ചിട്ട് വന്നതേ ഉള്ളൂ. അദ്ദേഹം ഇന്തോനേഷ്യയിൽ പോയി ചൈനയ്ക്ക് ചെക്ക് വെച്ചു, പിന്നെ ന്യൂസിലാൻഡിൽ പോയി ചൈനയ്ക്ക് ചെക്ക് വെച്ചു, ഓസ്ട്രേലിയയിൽ പോയി ചെക്ക് വെച്ചു. ഇതെല്ലാം വമ്പൻ വമ്പൻ കരാറാണ് കേട്ടോ. ആരും ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ന്യൂസിലാൻഡിൽ പോയപ്പോൾ ഞാൻ നല്ലൊരു കമന്റ് കണ്ടത്, ന്യൂസിലാൻഡിൽ പോയപ്പോൾ അർദ്ധനഗ്നനായിട്ടുള്ള ഒരു ഗോത്ര വിഭാഗക്കാരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുമ്പിൽ നിന്ന് അവരുടെ ഗോത്രാചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ ഒരുപാട് കമന്റ് ഈ സംഘികളായിട്ടുള്ള ആൾക്കാർ ഇതിനെ ഇട്ടിരിക്കുന്നത്, ഇന്ത്യയിൽ ഇതുപോലെ ആരെങ്കിലും അവരുടെ സംസ്കാരം അനുഷ്ഠിക്കുന്നത് കണ്ടാൽ നമുക്ക് ആർഷഭാരത സംസ്കാരം എന്ന് പറഞ്ഞ് കളിയാക്കാമായിരുന്നു. ഇത് യൂറോപ്പ് ആയതുകൊണ്ട് ആ സ്കോപ്പില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. വളരെ നല്ല രസകരമായിട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പോ നമ്മൾ ഈ 3 രാജ്യങ്ങളിലും പോകുമ്പോഴും നമ്മുടെ ന്യൂക്ലിയർ വിപണി എത്രത്തോളം ബൂസ്റ്റ് ആവുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അക്ഷരാർത്ഥത്തിൽ ചൈനയെ നമ്മൾ നടുക്കിയിരിക്കുകയാണ്. ന്യൂക്ലിയർ വിപണിയിൽ കളി മാറുന്നു എന്നുള്ള റിപ്പോർട്ടാണ് എക്കണോമിക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് പുറത്തുവിട്ടിട്ടുണ്ട്. ആഗോള യുറേനിയം ഖനികൾ ഇന്ത്യ പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഈ യുറേനിയത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന്. ആകപ്പാടെ 437 ഗ്രാം യുറേനിയം ഉള്ള ഇറാനെ അമേരിക്ക എങ്ങനെയാണ് തട്ടിക്കളിക്കുന്നതെന്നും ഈ യുറേനിയം സംരക്ഷിക്കാൻ ഇവരെന്താണ് ചെയ്യുന്നതെന്നും, ഇത് കിം ജോങ് ഉന്നിന്റെ കൊടുക്കുന്നു, അവിടെ നിന്ന് ബെലാറസിന്റെ കൊടുക്കുന്നു, അവിടെ നിന്ന് രാജ്യങ്ങളിലേക്കൊക്കെ ഇത് ട്രാവൽ ചെയ്യുന്നു, അങ്ങനെയുള്ള സംഭവം നമുക്കറിയാം. അപ്പോഴാണ് ഇന്ത്യ യുറേനിയം ഖനികൾ പിടിച്ചെടുക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര ആണവ ഊർജ്ജ വിപണിയിൽ സ്വാധീനം ഇന്ത്യ ഉറപ്പാക്കുന്നു. ആഗോള യുറേനിയം സ്രോതസ്സുകൾ സ്വന്തമാക്കുന്നതിലൂടെ ഇന്ത്യയുടെ പുതിയ നീക്കങ്ങൾ ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ പൊതുമേഖലാ എനർജി പ്രൊഡക്ഷൻ കമ്പനിയായിട്ടുള്ള NTPC വിദേശ രാജ്യങ്ങളിൽ യുറേനിയം ഖനന ആസ്തികൾ വാങ്ങുന്നതിനായിട്ടുള്ള ടെൻഡർ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയുമായി ബന്ധപ്പെട്ട ചൈന ഉയർത്തുന്ന സാമ്പത്തിക രാഷ്ട്രതന്ത്ര വെല്ലുവിളികൾക്കുള്ള വലിയ മറുപടിയാണ് ഇന്ത്യ കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കം. നമുക്കറിയാം, ഇനിയിപ്പോൾ യുറേനിയവും ന്യൂക്ലിയർ പവറൊക്കെയാണ് ഇനി ഭാവി എന്ന് പറയുന്നത്. പതിറ്റാണ്ടുകളായി വിദേശ രാജ്യങ്ങളിൽ യുറേനിയം ഖനികൾ വാങ്ങിക്കൂട്ടുന്ന പരിപാടി ചൈനയാണ് തുടർന്നിരുന്നത്. നമീബിയ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ വലിയ പങ്ക് യുറേനിയം നിക്ഷേപങ്ങളുണ്ട്. ഇന്ന് ചൈന നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് അതുള്ളത്. ആഗോള ഹരിത ഇന്ധന വിപണി, ആണവ സ്രോതസ്സുകൾ എന്നിവയ്ക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിലൂടെ മറ്റ് രാജ്യങ്ങളെയും വരുതിയിൽ നിർത്താനുള്ള തന്ത്രം ചൈന സ്വീകരിക്കുന്നു. അപ്പോൾ ചൈനയുടെ ആ തന്ത്രത്തിന് ഇന്ത്യ സമ്പൂർണമായിട്ടുള്ള ചെക്കാണ് വച്ചിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ യുറേനിയം നമ്മൾ ശേഖരിക്കുന്നു, നമ്മളൊരു യുറേനിയം ഖനികൾ നമ്മൾ പിടിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അത് 1945 ജപ്പാനും ജർമ്മനിയും നേരിട്ടതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണെന്ന് ഒരു റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഇതും അതും തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ ജപ്പാൻ മോഡൽ, ജർമ്മനി മോഡലിൽ അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അമേരിക്ക തകരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സ്പേസിലേക്ക് ഇടിച്ചു കയറാൻ ചൈന ശ്രമിക്കുകയാണ്. ചൈന ആ ഒരു സ്പേസിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുമ്പോൾ അതിലും വേഗം ഇന്ത്യയുടെ പണി നടത്തുകയാണ്. കാരണം വരുന്ന റിപ്പോർട്ടുകളൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ ചൈനയിലെ GDP എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വെറും ബൂസ്റ്റ് ചെയ്തുണ്ടാക്കിയ GDP ആണെന്ന് ചൈനയിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളെ കൊന്നു കളഞ്ഞു. അയാൾ എവിടെയാണെന്ന് ആർക്ക് പറയില്ല. ദുരൂഹ സാഹചര്യത്തിൽ അയാൾ അന്തരിച്ചു. അയാളെ കുറിച്ച് ഒരു വാർത്ത പോലും പുറത്തു കൊടുക്കാൻ ചൈന സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. കമ്മികളുടെ ചങ്കിലെ ചൈനയാണ്. അറിയാലോ, ഇന്ത്യൻ GDP കുറിച്ച് ഇവർ ഇവിടെ എന്തൊക്കെ പറയുന്നുണ്ട്. ചൈനയുടെ GDP കള്ളമാണ്, ഇത് പെരുപ്പിച്ച് കാട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ അയാളെ പിടിച്ചു കൊന്നു കളഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. അപ്പൊ നിലവിൽ അമേരിക്കയും തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സ്പേസിലേക്ക് ഇതാണ് സമയം. ഓപ്പർച്യൂണിറ്റി, വെൻ പ്രിപ്പറേഷൻ മീറ്റ്സ് ഓപ്പർച്യൂണിറ്റി, അതാണ് ലക്ക് എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യം ഇന്ത്യക്ക് ഇപ്പോൾ പ്രിപ്പയർഡ് ആണ്. നരേന്ദ്രമോദി പ്രിപ്പയർഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പർച്യൂണിറ്റി നമ്മളെ മുമ്പിൽ വിദൂരതയിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ചൈനയെ വെട്ടി നമുക്ക് ആ ഒരു സ്ഥാനം ടേക്കപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ അനാലിസിസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് ലോകത്ത് 1-2 സ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്ന 2 രാജ്യങ്ങൾ, ഒന്ന് ചൈനയും ഒന്ന് ഇന്ത്യയുമാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ശീതയുദ്ധകാലത്ത് റഷ്യയും അമേരിക്കയുമായിരുന്നു ലോക മേധാവിത്വത്തിന് വേണ്ടി പൊരുതിയത്. പക്ഷെ ഇവിടെ ലോക മേധാവിത്വത്തിനല്ല, ഏഷ്യയിലെ മേധാവിത്വത്തിന് വേണ്ടിയിട്ടാണ് 2 രാജ്യങ്ങൾ പൊരുതുന്നത്. അതിലൊന്ന് അമേരിക്കയും ഒന്ന് ചൈനയുമാണ്. ഈ ഒരു കോമ്പറ്റീഷൻ എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ കഴിയും. ആയുധ മേഖലയിൽ കാണാൻ കഴിയും, മറ്റു മേഖലയിൽ കാണാൻ കഴിയും. പക്ഷെ നമുക്ക് നമ്മുടേതായ കുറെ പരിമിതികളുണ്ട്. കാരണം ഇന്നിപ്പോൾ ചൈന നിൽക്കുന്നിടത്തേക്ക് നമുക്ക് നിൽക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ നമ്മുടെ ഭരണാധികാരികൾ നെഹ്റു മുതൽ പറയുന്നുണ്ട്, യാതൊരു തെറ്റുമില്ല. ഈ നെഹ്റു മുതൽ ഏതാണ്ട് അവസാനം ഇറങ്ങിയ മൻമോഹൻ സിംഗ് വരെ ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കുന്നതുകൊണ്ട് തെറ്റ് പറയാൻ കഴിയില്ല. ഇന്ന് മോദി പറയുന്നതൊക്കെ ചിപ്പ് മുതൽ ഷിപ്പ് വരെ പണിയാൻ ഞാൻ വേണ്ടി വന്നു എന്ന് പറയുന്നതൊക്കെ തന്നെ ഇതൊക്കെ പണ്ടേക്ക് ചെയ്യാമായിരുന്നു. പണ്ട് കോൺഗ്രസ്സുകാർ പോയതാണ് ഓസ്ട്രേലിയ എടുത്തത് യുറേനിയം മേടിക്കാൻ, കണ്ടം വഴി ഓടിച്ചവന്മാര്. ആ യുറേനിയമാണ് ഇപ്പോൾ മോദി പോയിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്.
2010 പോയതാ മൻമോഹൻ സിംഗ് ഈ യുറേനിയം കൊണ്ടുവരാട്ട് ഓസ്ട്രേലിയയിൽ കരാർ ഒപ്പിട്ടിട്ട് അവന്മാർ കരാർ നോക്കുക പോലും ചെയ്തില്ല, എടുത്ത് ദൂരെ കളഞ്ഞമാരാ സാധനം. ഇതാണ് ഇപ്പോൾ അതാ പറയുന്നത്. ഈ പിന്നെ ആണൊരുത്തന്നെ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നേടാത്തതായിട്ടൊന്നുമില്ല ഈ ലോകത്തിൽ എന്ന് പറയുന്നത് പോലെയാണ് ഈ കാര്യങ്ങൾ. അദ്ദേഹം അത് കൊണ്ടുവരുന്നുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തിന് ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ ഇവിടെ ഉപ്പ് ചിരട്ട തൊട്ട് നമ്മൾ പറയില്ല, ഒരു കുടുംബം തുടങ്ങണമെങ്കിൽ അവന്റെ കയ്യിൽ ഒന്നുമില്ല, ഉപ്പ് ചിരട്ട തൊട്ട്. ഉപ്പ് ചിരട്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് തോന്നുന്നു. പണ്ട് കാലത്ത് ഈ ചിരട്ടക്കകത്തായിരുന്നു ഉപ്പിട്ട് വെച്ചിരുന്നത്, ചിരട്ടയുടെ കുടുക്കുണ്ട്, അതിനകത്ത് ഉപ്പിട്ട് വെച്ചിരിക്കും. അപ്പൊ ഉപ്പ് ചിരട്ട തൊട്ട് അവനെല്ലാം വേണം എന്ന് പറഞ്ഞാൽ, ഉപ്പ് ചിരട്ട തൊട്ട് വേണം എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ എല്ലാം വേണം. ഈ രാജ്യത്ത് ഇവര് പറയുന്നുണ്ടല്ലോ എല്ലാം ഞങ്ങൾ ഉണ്ടാക്കി, എന്തുണ്ടാക്കി വെച്ചിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നല്ല റോഡുണ്ടായിരുന്നു, തൂറാനൊരു കക്കൂസ് ഉണ്ടായിരുന്നു ഈ രാജ്യത്തെ ജനത്തിന്. ഇതൊന്നും ഇല്ലാതിട്ടാണ് ഉണ്ടാക്കി വെച്ചു എന്ന് പറയും. കള്ളം പറയാൻ ഒരു പരിധി വേണ്ടേ? അത് പോട്ടെ. അപ്പോ ഈ രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് പറയുന്നത്, നമുക്കെല്ലാം വേണം. റയർ മെറ്റൽസ് നമ്മളെ സംബന്ധിച്ച് ഇനി നമുക്ക് അനിവാര്യമായ ഒന്നാണ്. പിന്നെ നമ്മുടെ ഊർജം, നമ്മൾ ചെറിയൊരു രാജ്യമല്ല, 140 കോടി ജനമുള്ള ഒരു രാജ്യമാണ്, വലിയ ഒരു ഭൂപ്രദേശമാണ്. ഇവിടെ ഊർജം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയായിരുന്നു ശ്രീമാൻ പുടിൻ ഈ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ നമ്മളൊരു കരാർ ഒപ്പുവെച്ചു. ഈ ചെറുകിട ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ ഇന്ത്യയിൽ സ്ഥാപിക്കാനായിട്ട്. അത് റഷ്യ സ്ഥാപിച്ചതാണ്. റഷ്യയാണ് ലോകത്തിൽ എല്ലായിടത്തും ഈ ന്യൂക്ലിയർ പ്ലാന്റുകൾ കുറഞ്ഞ ചെലവിൽ സ്ഥാപിക്കുന്നത്. ചൈനയുടെ ഉണ്ട്, പക്ഷെ ചൈനയുടെ വന്നു കഴിഞ്ഞാൽ എപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് അറിയാത്തതുകൊണ്ട് ആരും അത് എടുക്കാറില്ല. പക്ഷെ റഷ്യയാണ്, ഇറാനിലൊക്കെ അവരുടെ തന്നെയാണ് ഉള്ളത്. നമ്മുടെ രാജ്യത്തും കൂടംകുളം അടക്കമുള്ളത് റഷ്യയുടെ സാങ്കേതിക വിദ്യ, റഷ്യയാണ് അതിന്റെ പിന്നിൽ ഉള്ള രാജ്യം. അപ്പൊ റഷ്യയുടെ ചെറുകിട ന്യൂക്ലിയർ അതാണ് ഇനി വേണ്ടത്. വൻകിട ന്യൂക്ലിയർ പ്ലാന്റിനേക്കാൾ കുറച്ചുകൂടെ അഭികാമ്യം ചെറുകിട ന്യൂക്ലിയർ പ്ലാന്റുകളാണ്. അതായത് ഒരു നിശ്ചിത ശതമാനം വൈദ്യുതി ഉണ്ടാകുക. ഈ സാധാരണഗതിയിൽ ഈ യുറേനിയം ആണവ ഊർജ്ജം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ ആണവായുധം ഉണ്ടാക്കാനാണ് ഈ സാധനം. ആണവായുധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇത്. ഇത് തന്നെയാണ് ഈ ഇറാനും പറയുന്നത്. ഞങ്ങൾക്ക് ഊർജം വേണ്ടേ മുമ്പോട്ട് പോകാൻ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യേണ്ടത്, അതിന് ഞങ്ങൾക്ക് വൈദ്യുതി ആവശ്യമാണ്, ഊർജം ആവശ്യമാണ്, അത് എവിടുന്ന് കൊണ്ടുവരും എന്ന് ചോദിക്കുമ്പോഴാണ് ഇത് വരുന്നത്. ഇവിടെ ആണവായുധത്തിന് വേണ്ടിയിട്ടല്ല നമ്മളിത് കൊണ്ടിരുന്നത്. ആണവ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രീസ്, അത് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ആണവ ഉൽപാദക രാജ്യങ്ങളുടെ മേൽ ആരും ഒരു നടപടി എടുക്കാത്തത്. അവര് എന്താണ്, സമാധാന ആവശ്യങ്ങൾക്കും ഊർജ ആവശ്യങ്ങൾക്കുമാണ് അത് ഉപയോഗിക്കുന്നത്. ഇന്ത്യയുടെ പോളിസി അതാണ്. നമ്മൾ ഊർജ ആവശ്യങ്ങൾക്കും നമ്മളുടെ ആ സമാധാനപരമായ ആവശ്യങ്ങൾക്കും ജനജീവിതത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ ന്യൂക്ലിയർ സംവിധാനം, ഊർജം നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ ആയുധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അതിനാണെങ്കിൽ ഇത്രയും കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഈ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുന്നു. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഈ റയർ മെറ്റൽസ്, കാരണം ഈ മേഖലയിലെ മുടിചൂടാ മനനായി നിൽക്കുന്ന ഒരു രാജ്യം ചൈനയാണ്. ഏതാണ്ട് ഒരു 90% റയർ മെറ്റൽസിന്റെ പിടുത്തം അവരുടെ കയ്യിലാണ്. അവര് ഒരു പിടിമുറുക്കി കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള അവരുടെ ഈ അവരുടെ സൈന്യത്തിന്റെ വെപ്പൺസ് പോലും, മീൻസ് പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങൾ പോലും നിർമ്മിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അവിടെയാണ് ട്രംപ് ചൈനയുടെ മുമ്പിൽ മുട്ടിലെഴുതുന്നത്. അപ്പൊ എല്ലാവരും ചോദിക്കത്തില്ലേ, പിന്നെ ചൈന വരട്ടിയപ്പോ ചൈനയ്ക്ക് തിരിച്ച് ചൈന താരിഫ് കൊടുത്തില്ലേ, പണി കിട്ടിയില്ലേ, ഇന്ത്യക്ക് എന്തുകൊണ്ടത് കഴിയുന്നില്ലെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു കിണ്ടിയുമില്ല വരട്ടാനായിട്ട്. എന്തുണ്ട്, ഉള്ള കാര്യം ഉള്ളതുകൊണ്ട് നമുക്ക് പറയണ്ടേ. അവർ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് നാളെ ഞങ്ങളുടെ റയർ മെറ്റൽസ് തരില്ല, ഞങ്ങളുടെ കാന്തം തരില്ല, ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളത്, ഞങ്ങളാണ് വലിയ പ്രൊഡ്യൂസേഴ്സ്, 90% ലോകത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് ഞങ്ങളാണ്, ഞങ്ങൾ തരുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ പട്ടിണിയാകും. ഇവിടെ നമ്മുടെ കയ്യിൽ ഇവരെ പിടിച്ചു വെക്കാൻ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ? അപ്പൊ നമുക്കില്ല. നമ്മളിപ്പോ അതിന്റെ ഖനനം തുടങ്ങുന്നതേ ഉള്ളൂ. ഖനനം തുടങ്ങിയിട്ട് പ്രശ്നമായി. അത് പറയാൻ അതും കൂടെ ഇതിലൂടെ പറഞ്ഞു. വടക്കിഴക്കൻ സംസ്ഥാന മേഘാലയയിൽ ഖനനം തുടങ്ങി. അപ്പൊ അവിടെ അതിന് പിന്നെ പ്രതിഷേധമായിട്ട് മുഖ്യമന്ത്രി രംഗത്തെത്തിയിട്ടുണ്ട്. പരിസ്ഥിതി മേഖലയാണ്, ഇവിടെ ഖനനം പറ്റത്തില്ല, അതാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട്. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നം. എന്തായാലും അവിടെ ഖനനം ആരംഭിച്ചിട്ടുണ്ട്. പല ഭാഗത്തും ഒഡീഷയിലടക്കം ഖനനം നടക്കുന്നുണ്ട്. ഇത് കൂടാതെ വിദേശ രാജ്യങ്ങളിലടക്കമുള്ള ഇത് കണക്കുള്ള ഖനികൾ നമ്മൾ റെന്റിനെടുക്കുകയാണ്, പാട്ടത്തിനെടുക്കുകയാണ്, ഇത്ര വർഷത്തേക്ക് പാട്ടത്തിനെടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ 2ാം മോദി സർക്കാരിന്റെ അവസാന സമയങ്ങളിലായിരുന്നു പെട്രോളിയം ഓയിൽ പൂൾസുകൾ, അതായത് എണ്ണപ്പാടങ്ങൾ വിലക്കെടുക്കുന്ന ഒരു പദ്ധതിയിലേക്ക് നമ്മൾ കടന്നത് തന്നെ. ഒന്ന് ആലോചിക്കണം. ഈ മേഖലയിലൊക്കെ ചൈന വർഷങ്ങൾക്ക് മുമ്പ്, അമേരിക്ക അതിനു മുമ്പ് കടന്നിരുന്നിടത്താണ് നമ്മളിപ്പോൾ പതുക്കെ ചൂട് വെക്കുന്നത്. നമുക്കപ്പോൾ എന്ത് സംഭവിക്കും? 2 എണ്ണപ്പാടങ്ങൾ, വെനിസുലയിൽ നിന്ന് 2 എണ്ണപ്പാടങ്ങൾ കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി. പക്ഷെ ചൈനയിലാണെങ്കിൽ അവർ വാർത്തയാകില്ല. കാരണം അവർ പണ്ട് തൊട്ടേ ചെയ്യുന്നൊരു പണിയാണത്. ഇപ്പോൾ നമ്മൾ യുറേനിയത്തിന്റെ ഈ പറയുന്ന കമ്പനികളും അതിന്റെ ഖനന സ്ഥലങ്ങളും ഒക്കെ നമ്മൾ പാട്ടത്തിലെടുക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് വലിയ വാർത്തയാണ്. ചൈനയെ സംബന്ധിച്ചൊരു വാർത്തയല്ല. ഏറ്റവും കുറച്ചു നാൾക്ക് മുമ്പ്, അതായത് നമ്മുടെ അരക്കൻസ് ആർമിയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ ഒരു വാർത്ത ചെയ്തിരുന്നു. അതിനകത്ത് ഈ പിന്നെ മ്യാൻമാറിൽ എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് വലിയ താല്പര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മ്യാൻമാറിൽ നിന്ന് ഖനനം ചെയ്യുന്ന റയർ മെറ്റൽസിന്റെ ഏതാണ്ട് ഒരു 70% കയറി പോകുന്ന ചൈനയാണ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു ക്ലാഷ് വന്നപ്പോൾ ഇന്ത്യൻ കമ്പനികളെ മ്യാൻമാർ ക്ഷണിച്ചിരുന്നു. ഇന്ത്യൻ കമ്പനികളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോയായിരുന്നു ഈ റയർ മെറ്റൽസ് ഖനനം. ഇപ്പോൾ അവിടുന്ന് നമ്മൾ ഏതാണ്ട് ഒരു 30% താഴെ
റയർ മെറ്റൽസ് ഇങ്ങോട്ടേക്ക് ഇപ്പൊ ഖനനം ചെയ്ത് കൊണ്ടിരുന്നുണ്ട്. ചൈനയ്ക്കാണ് അത് നീരസമുണ്ട്. അങ്ങനെ അപ്പൊ ഇവരെല്ലാ രാജ്യത്തും പൈസ കൊണ്ട് ഇറക്കുന്നതും മുതലെടുക്കുന്നതും അവിടുന്ന് ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ നമ്മളും ആ രീതിയിലേക്ക് പോകുന്നു. ആസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ യുറേനിയം ഇറക്കുമതി ചെയ്യാൻ പോകുന്നു. ഇത് ആദ്യം ആലോചിക്കണം, മൻമോഹൻ സിംഗിന്റെ കാലത്ത് 2010 ഇങ്ങനെ ഒരു നീക്കം നടത്തിയിട്ട് പൊളിഞ്ഞടുങ്ങിയതാണ്. ആ സാധനമാണ് ഡബിളായിട്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. മറ്റു പല രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ കമ്പനികൾ യുറേനിയത്തിന്റെ ഖനികൾ റെന്റിന് എടുക്കാൻ പോകുന്നു, സ്വന്തമാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത് വരുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധമല്ല നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്, നമ്മുടെ ഊർജ്ജ സ്രോതസ്സുകൾ കുറച്ചുകൂടെ വലുതാകുന്നു എന്ന് മാത്രമല്ല ഈ ഊർജ്ജം നമുക്ക് മറ്റിടങ്ങളിലേക്ക് വിറ്റഴിക്കാനും. ഊർജ്ജം കൂടുമ്പോൾ എന്താണ് ധനുഷ സംഭവിക്കുന്നത്? ഇൻഡസ്ട്രിയിൽ വളരുകയാണ്. സോപ്പും ജീപ്പും കണ്ണാടിയും പിന്നെ മിഷനറീസും എല്ലാം വളരുകയാണ്. ഊർജ്ജം കൂടുതലുള്ള ഒരു രാജ്യത്ത് എന്തായിരിക്കും സംഭവിക്കുക? ചീപ്പാകും ഊർജ്ജം. ഊർജ്ജം ചീപ്പാകുമ്പോൾ എന്ത് സംഭവിക്കും? കോടീശ്വരന്മാരായിട്ട് അല്ലെങ്കിൽ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ എന്ത് ചെയ്യും? അവരുടെ പ്ലാന്റുകൾ ഇവിടെ കൊണ്ടുവെക്കും. കാരണം സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട് കുറഞ്ഞ ചെലവിൽ. ഊർജ്ജം ലാഭകരമാണ്. 24 hours ഊർജ്ജം കിട്ടും, വെള്ളം കിട്ടും, സ്ഥലം കിട്ടും, നല്ല വായു കിട്ടും. ഇത്രയും ഉണ്ടെങ്കിൽ അവൻ കൊണ്ട് വെക്കില്ലേ ഇവിടെ? അല്ലാതെ ഇതിന്റെ 10 മടങ്ങ് പൈസ കൊടുത്തിട്ട് വേറൊരു സ്ഥലത്ത് പോയി റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഈ സുഡാനിൽ കൊണ്ട് വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം വരും. അപ്പം രാജ്യം ഡെവലപ്പ് ആകുകയാണ് ചെയ്യുന്നത്. അതിൽ ഊർജ്ജ സ്രോതസ്സുകൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ നമ്മളൊരു സ്വയം പര്യാപ്തതയിൽ എത്തിയിട്ടില്ല. ഇപ്പൊ നമ്മൾ സോളാർ എനർജിയിലേക്ക് നമ്മൾ പതുക്കെ നടന്ന് കയറുന്നുണ്ട്. സോളാർ എനർജി മാത്രം പോരാ നമ്മുടെ രാജ്യത്തിന് മുമ്പോട്ട് പോകാനായിട്ട്. ഈ ന്യൂക്ലിയർ ഇത് തന്നെ വേണം. ഈ കൽക്കരിയുടെ ഒക്കെ ഒരു ഡിമാൻഡ് കുറഞ്ഞു വരികയാണ്. നമ്മളിപ്പോൾ അത്രയും കൂടുതൽ ആശ്രയിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അത് വാർത്ത ചെയ്തിരുന്നു. കൽക്കരി പാടങ്ങളിൽ നിന്നൊക്കെയുള്ള ഖനനം നമ്മളിപ്പോൾ കൽക്കരി ഇറക്കുമതി നമ്മൾ പതുക്കെ കുറച്ചു തുടങ്ങിയിട്ടുണ്ട്. കൽക്കരി ഇറക്കുമതി എന്തുകൊണ്ട് നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു പണമാണ് മുടക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന കാര്യങ്ങൾ ക്രൂഡ് ഓയിൽ, കൽക്കരി, പിന്നെ യൂറിയ, നമ്മുടെ വളങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ തുക ചെലവഴിക്കുന്നത്. അതിലിപ്പോൾ കൽക്കരിയുടെ അളവ്, ഇറക്കുമതി ചെയ്യുന്നതിന്റെ അളവ് ഏതാണ്ട് 7.8, മുൻകാലങ്ങളിൽ ഇറക്കുന്നതിൽ നിന്ന് 7.8 ശതമാനത്തോളം നമ്മളിപ്പോൾ കുറവ് വരുത്തിയിട്ടുണ്ട്. അത് തന്നെ നമുക്കൊരു $35 ബില്യൺ ലാഭമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞു. അപ്പം ഊർജ്ജ സ്രോതസ്സുകൾ വലുതാകുമ്പോൾ സ്വാഭാവികമായി തന്നെ ഈ പറയുന്ന, എനിക്ക് തോന്നുന്നു, താപവൈദ്യുതി നിലയങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ള എണ്ണം മാത്രമേ ഉണ്ടാകൂ. കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണില്ല. കാരണം ഇത് നമ്മൾ കുറയ്ക്കുകയല്ലേ. അപ്പൊ പിന്നെ സോളാർ എനർജി, ഒപ്പം തന്നെ വരുന്ന മറ്റ് എനർജികൾ, ഈ എനർജി വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ കാറൊക്കെ ഇനി ഇഷ്ടംപോലെ പിന്നെയും ചീപ്പ് റേറ്റിൽ ഇറങ്ങാൻ തുടങ്ങും. കാരണം ഊർജ്ജം ഒരുപാടുള്ളപ്പോഴത്തേന് സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? ഊർജ്ജ പോയിന്റുകൾ വരും. ഇപ്പൊ നമ്മുടെ വാഹനങ്ങൾക്ക് എന്താണ് ഈ പിന്നെ കറണ്ട് ചാർജ് ചെയ്യാനായിട്ട് പോയിന്റ് തപ്പി നടക്കുന്നില്ലേ? ഇത് കൂടുതലായി കഴിഞ്ഞാൽ ഭാവിയിൽ ഇതിന്റെ വൈദ്യുതി എല്ലായിടത്തും ഈ സോളാറും മറ്റുള്ള എനർജികളും ഒക്കെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പോഴേ വീട്ടിലെ ഊണെന്ന് പറഞ്ഞ് എഴുതി വെക്കാറില്ലേ? അതിന്റെ ഒരു സ്ഥിതിയിലേക്ക് വരും. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ല, റോഡ് സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ വീട്ടിലെ ഊണ്, ഒരുപാട് വീട്ടിലെ ഊണ് കാണാൻ പറ്റും. മുട്ടിന് വീട്ടിലെ ഊണ് കാണാൻ പറ്റും. കാരണം അതൊരു ലാഭകരമായ ബിസിനസ് ആണെന്ന് കണ്ടതുകൊണ്ടാണ്. അപ്പൊ വൈദ്യുതി ഒരു സർപ്ലസിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ചെറിയ ചെറിയ പോർട്ടുകൾ ഇതേപോലെ എല്ലാവരും, റോഡ് സൈഡിൽ സ്ഥലമുള്ള എല്ലാവരും തന്നെ അവിടെ ഒരു ചാർജിങ് പോയിന്റ് സ്കൂട്ടറിന് അടിച്ചിട്ട് പോകാൻ പറ്റും. ഇല്ല, കുറച്ചുകൂടെ വലിയ സ്പേസ് ഉള്ളവർക്ക് കാറിന് അടിച്ചിട്ട് പോകാൻ പറ്റും. പൈസ കിട്ടും, അവർക്ക് ഒരു ചെറിയ തൊഴിലുമാകും. അപ്പൊ അങ്ങനെ എല്ലായിടത്തേക്കും ഒരു വലിയ വികസനം എത്തുന്നതിന് ഒരു വലിയ നീക്കം ആവശ്യമാണ്. ആ നീക്കമാണ് ഇപ്പോൾ നരേന്ദ്രമോദി തുടങ്ങി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ പാറ്റകൾ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറെ കുത്തിത്തിരിപ്പുകാർ വരുന്നുണ്ട്. കാരണം അവർക്ക് കരഞ്ഞു തീർക്കാനേ കഴിയൂ. കാരണം ഇതൊക്കെ വിസിബിൾ ആയിട്ടുള്ളതാണ്. നരേന്ദ്രമോദി നമുക്ക് എന്തും പറയാം, BJP-ക്കാരെ എന്തും പറയാം, അവരൊന്നും പുണ്യാളന്മാരൊന്നും അല്ല. പക്ഷെ അതിന്റെ അല്ല, നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് നമുക്ക് എങ്ങനെ ഇല്ല എന്ന് പറയാൻ കഴിയും? ഇതെല്ലാം ചരിത്രമല്ലേ, ഇതാണല്ലേ. എന്നിട്ട് ഇവർ കളിയാക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതും കൂടെ ഞാൻ പറഞ്ഞങ്ങ് നമുക്ക് അവസാനിപ്പിക്കും. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പറയുന്നു നരേന്ദ്രമോദിയുടെ ഒരു വലിയ തള്ളുണ്ടായിരുന്നു. അദ്ദേഹം 10-30 വർഷമോ 40 വർഷം മുമ്പ് അങ്ങാണ്ട് സ്വിറ്റ്സർലൻഡിൽ പോയിരുന്നു. അവിടെ പോയിട്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് ഒരു മഫ്ലർ കിട്ടി. ആ മഫ്ലർ ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നു. അപ്പൊ അവര് പറയുന്നു, ഈ നരേന്ദ്രമോദി എങ്ങനെയാണ് സ്വിറ്റ്സർലൻഡിലല്ലേ ഇപ്പൊ അദ്ദേഹം പോയത്? ന്യൂസിലാൻഡ് അല്ലേ? ന്യൂസിലാൻഡിൽ എങ്ങനെയാണ് അദ്ദേഹം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പോകുന്നതെന്ന് ചോദിച്ചു. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് RSS എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് അത് മറ്റ് സംഘടനകളെ പോലെയാണെന്ന്. ഒരിക്കലുമല്ല. നിങ്ങൾ വിചാരിക്കും ഇപ്പൊ എന്താണ് പറയുന്നത്, DYFI പോലെയോ ഇല്ലെങ്കിൽ യുവമോർച്ച പോലെയോ ഒരു സംഘടനയല്ല അത്. അതിനകത്തേക്ക് ഒരു പ്രചാരകൻ വന്നു കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹത്തിന് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം എന്താണോ ആ വിദ്യാഭ്യാസത്തിനനുസൃതമായി എല്ലാ ചെലവുകളും വഹിച്ച് നല്ല കോളേജിൽ തന്നെ അവരെ വെച്ച് പഠിപ്പിക്കും. നോക്കിക്കൊണ്ടോ, സംഘത്തിന്റെ പ്രചാരകന്മാര് എല്ലാം ഹൈലി ക്വാളിഫൈഡ് ആണ്. രസതന്ത്രത്തിന്റെ പ്രൊഫസർ, ഫിസിക്സിന്റെ പ്രൊഫസർ, ഇല്ലെങ്കിൽ എല്ലാം മിക്കവാറും എല്ലാവരും ഡോക്ടറേറ്റ് എടുത്തവർ തന്നെയാണ്. അവരെ പഠിപ്പിക്കും. നമ്മുടെ കേരളത്തിൽ നിന്ന് എത്രയോ നേതാക്കന്മാരുണ്ട്. ഞാൻ അവരുടെ പേര് പറയാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. കാരണം അവർ തന്നെ പല ചാനലിലും പറഞ്ഞിട്ടുണ്ട് അവർ സംഘമാണ് പഠിപ്പിച്ചതെന്നുള്ളത്. അവരൊക്കെ നല്ല നിലയിലേക്ക് എത്ര പഠിക്കാൻ കഴിയും അത്രയും സംഘം പഠിപ്പിക്കും. സംഘത്തിന്റെ കാര്യാലയത്തിൽ താമസിച്ചതുകൊണ്ട് തന്നെ പഠിക്കാൻ കഴിയും. ഒപ്പം തന്നെ
അവരുടെ കഴിവുകൾ കണ്ടറിഞ്ഞ് കാരണം വ്യക്തിത്വ വികസനമാണ് സംഘത്തിന്റെ ലക്ഷ്യം. അപ്പൊ ആ വ്യക്തിയെ വികസിക്കാൻ അവരുടെ കഴിവുകൾ കണ്ടറിഞ്ഞ് അവർക്ക് വിദേശത്ത് പോയിട്ട് കാര്യങ്ങൾ പഠിക്കണോ, ഉള്ള കഴിവുണ്ടോ, ഉണ്ടെങ്കിൽ അവരെ അവിടെ വിടും. സംഘം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, വേൾഡ് മുഴുവനുണ്ട്. അപ്പൊ അവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട പ്രചാരകന്മാരെ പണ്ടും സംഘം അയച്ചിട്ടുണ്ട്. എത്രയോ വട്ടം സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താക്കൾ ഇസ്രായേൽ സന്ദർശിച്ചിട്ടുണ്ട്. സംഘം അത് പറയില്ല, അവര് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിലെ അംബാസഡറും മറ്റും പറഞ്ഞിട്ട് എത്രയോ പേര് അവിടെ പോയിട്ടുണ്ട്. അപ്പം അമേരിക്കയിൽ പോയിട്ടുണ്ട്. അവിടെ നടക്കുന്ന സംഘത്തിന്റെ പരിപാടികളിൽ ഇവിടുന്ന് പ്രചാരകന്മാർ പോയിട്ടുണ്ട്. നരേന്ദ്രമോദി ഒരു പ്രചാരകനായിരുന്നു. അദ്ദേഹത്തിന് സ്വിറ്റ്സർലൻഡിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും സംഘം വിടുന്നതാണ്. അതല്ലാതെ ഈ ചായക്കടക്കാരൻ എവിടുന്നാണ് സ്വിറ്റ്സർലൻഡിൽ പോകാൻ പൈസ എന്ന് വെച്ചാൽ അവരെ വളർത്തി വലുതാക്കി ഒരു സംഘടനയുണ്ട്. അവർ കൈക്കാശ് 50 പൈസ വെച്ചെടുത്ത് കഴിഞ്ഞാൽ പോലും ഈ ലോകം മുഴുവൻ ചുറ്റി അടിക്കാനുള്ള പൈസ ഒരാൾക്ക് കിട്ടും. അങ്ങനെ ഒരുപാട് പേരെ വിടുന്നുണ്ട്. അണ്ണാമലയെ വിട്ടില്ല പഠിപ്പിക്കാനായിട്ട് ബി ജെ പിക്ക് വേണ്ടി സിസ്റ്റം ഒരു 3 മാസത്തെ കോഴ്സിന് വിട്ടായിരുന്നു. ജോർജ് കുര്യൻ അദ്ദേഹത്തിന് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി എന്നെ വിദേശത്ത് എവിടെയോ അയപ്പിച്ച് പഠിപ്പിച്ചിരുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതാണ് ആ സംഘടന. അത് ഞാൻ സംഘടനയെ കുറിച്ച് ഒന്നും അറിയില്ല. ചുമ്മാതെ മോദി പറഞ്ഞു, മോദിയുടെ തള്ള്, മോദിയുടെ ഇത് പറയുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഈ RSSനെ മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയാത്തിടത്തോളം കാലം ഇവർ കുറ്റം പറഞ്ഞു നിൽക്കും, അവർ ജയിച്ച് കയറിക്കൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ ഒരു കാര്യം. ആ സംഘടന അത് മറ്റു സംഘടനകളെ കണക്കല്ല, കൊടി പിടിക്കാനും സമരം ചെയ്യാനും കല്ലെറിയാനും അല്ല അതിനകത്ത് പ്രവർത്തകർ വരുന്നത്. അവർ ഓരോ വ്യക്തികളെ അവരുടെ കഴിവനുസരിച്ച് വികസിപ്പിച്ച് വലുതാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ പറയേണ്ടി വന്നതെന്ന് വെച്ചാൽ മോദി കറങ്ങുന്ന കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ പറയേണ്ടി വന്നത്. ഏതായാലും ആ തള്ളി ഈ വാർത്ത കേൾക്കുമ്പോഴെങ്കിലും പൊളിയുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.